നമുക്ക് പുറത്ത് കൊടുക്കാനോ അല്ലെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യാനോ മറ്റ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള ഒരു സമയപരിധി നമുക്ക് ഈ നീരയ്ക്ക് ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ ആ ടെക്നോളജിയിൽ വന്ന പാളിച്ച കൊണ്ട് നിരംപ്രതി നഷ്ടത്തിലേക്ക് വന്നു. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോയത്. 4000-ഓളം കേര കർഷകർ ചേർന്ന് നീര ഉൽപ്പാദനത്തിനായി രൂപീകരിച്ച ആലപ്പുഴ കരപ്പുറം കമ്പനിയുടെ നിലവിലെ അവസ്ഥയാണിത്. 1.25 കോടി രൂപ വായ്പയെടുത്ത് സ്ഥാപിച്ച സംസ്കരണശാല തുരുമ്പെടുത്ത് നശിക്കുന്നു. കൃഷിവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷമാണ് TS വിശ്വനും K കൈലാസനും കമ്പനിയുടെ ഡയറക്ടർമാരായത്. കൂടെ അധ്യാപകനായി വിരമിച്ച VC പണിക്കർ ഉൾപ്പെടെയുള്ളവരുമുണ്ടായിരുന്നു. കർഷകരെയും തൊഴിലാളികളെയും ഒക്കെ സംരക്ഷിക്കുക, അതുവഴി കേരകൃഷി രക്ഷപ്പെടുമെന്നൊക്കെയുള്ള ഉദ്ദേശമാണ് നമ്മൾ വന്നെങ്കിലും ഈ നീര സ്വീകരിക്കപ്പെടാതെ വന്നപ്പോൾ അതെല്ലാം തകർന്നു. ആളുകൾ വാങ്ങിയെങ്കിലല്ലേ. 25ഓളം ഔട്ട്ലെറ്റുകൾ കുറഞ്ഞു, എണ്ണം കുറഞ്ഞു. ഔട്ട്ലെറ്റുകളിൽ നിന്ന് തിരിച്ചു വന്നു. നീര നമ്മളിവിടെ കുഴിച്ച് നശിപ്പിക്കേണ്ടി വന്നു. ഇതൊക്കെ ഉണ്ടായതെന്ന് വെച്ചാൽ ലോൺ തിരിച്ചടക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നു. ആദ്യം 1-2 ദിവസങ്ങളിലേക്ക് നീരയുടെ ടേസ്റ്റിന് യാതൊരു വ്യത്യാസം വരാതെ ഇത് നന്നായിട്ട് വിറ്റ് പോയതാണ്. പെട്ടെന്ന് അതിൻ്റെ ക്രമേണ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരികയും അത് ഏതാണ്ട് വിനാഗിരി രൂപത്തിലേക്ക് ആകുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ ഈ കൊണ്ടുപോയ നീരയുടെ ഒരു സിംഹഭാഗവും ഏതാണ്ട് ഒരു 80% റിട്ടേൺ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന പറഞ്ഞാൽ വീട്ടുകാരെ അടക്കം ഞങ്ങളെ എതിയിരിക്കുകയാണ്. കാരണം ബാധ്യത വരുത്തിയിരിക്കുന്നെന്നും പറഞ്ഞിട്ടാണ്. ഞങ്ങൾ ആദ്യം ഇങ്ങനൊരു ബാധ്യത വരുമെന്നുള്ളതാണേലല്ല ഞങ്ങളിത്. കാരണം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞ് ധരിപ്പിച്ചത് അങ്ങനെയല്ലായിരുന്നു. നിങ്ങൾക്ക് ഒരു കൊളാസ്ട്രൽ ബാധ്യത ഒന്നും വരത്തില്ല, ഇതൊക്കെ കമ്പനിയാണ് പോകുന്നതെന്നുള്ള രൂപത്തിൽ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ പേരിൽ ബാധ്യതയുണ്ട്, പേഴ്സണൽ ലയബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഭീമമായ തുക തിരിച്ചടയ്ക്കണമെങ്കിൽ ഇനി സർക്കാർ തന്നെ കനിയണം. നീരയ്ക്കായി പ്രത്യേക പാക്കേജ് കൊണ്ടുവന്നാൽ ഇനിയും വിപണി കണ്ടെത്താനാകുമെന്നാണ് ഇവരുടെ പക്ഷം. ഗവൺമെൻറ് ഇപ്പോൾ പുതിയ മദ്യനയം കൊണ്ടുവന്നപ്പോൾ നീരെ ഉൾപ്പെടുത്തി കുറച്ചുകൂടെ നവീകരിക്കണം. കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദ്യകരമായി തോന്നണം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.